ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇവിടെ 4 കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം. കിട്ടിയിരിക്കുന്ന കാർഡ്സ് വെച്ച് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനോ കാർമിക് കണക്ഷനോ ആകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസിലായിരിക്കാം. അത് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസ്റ്റൻസോ ആകാം. ഈ ബന്ധം നിങ്ങളിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ബന്ധം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് നൽകുന്നുണ്ടായിരിക്കാം. കാർമിക് കണക്ഷൻ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ പല ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വിഭിന്നമായിരിക്കാം. അതായത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല അവരുടേത്. എന്തിന്? നിങ്ങളുടെ പല അഭിപ്രായങ്ങളുമായി ഒരു യോജിപ്പും ഈ വ്യക്തിക്കുണ്ടായിരിക്കില്ല. ഇവിടെ ഒരു റൊമാൻറ്റിക് ടെൻഷനിലുപരി പിടിച്ചു നിൽക്കുന്നതിനും വിട്ടുകൊടുക്കുന്നതിനുമിടയിലുള്ള ഭയത്തിനും ദുർബലതയ്ക്കും ഇടയിലുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനാണ് ഇവിടെ സാധ്യത ഏറെയുള്ളത്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ ഇവിടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇത് ചാനൽഡ് മെസ്സേജസ് ആണ്. ഇത് ചിലർക്ക് മാത്രമേ റെസണേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഇവിടെ കപ്പിൾസിൻ്റെ എനർജിയും വരുന്നുണ്ട്. അതുപോലെ ഇഷ്ടം തുറന്ന് പറയാത്തവരുടെ ഒരു എനർജിയും കിട്ടുന്നുണ്ട്. ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നവരും ഡിവോഴ്സിന് നോക്കുന്നവരുടെയും എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട്. നീ എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഐ മിസ് യു. ഞാൻ വളരെ സ്ട്രെസ്ഡ് ആണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്, നമ്മുടെ ബന്ധത്തിൻ്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്നേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എന്നോടുള്ള സ്നേഹം മറച്ചു വെക്കേണ്ട സമയമല്ലിത്, പ്രകടിപ്പിക്കേണ്ട സമയമാണിത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ മെസ്സേജസ്. താങ്ക് യു ഡിയേഴ്സ്.